ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. BSNL സിമ്മിന് തീരെ നെറ്റ്വർക്ക് സ്പീഡ് കിട്ടാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു APN സെറ്റിങ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് കുറേ പേർക്ക് ഉപകാരപ്പെട്ടു. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവർക്കായിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നേരെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡുവൽ സിം നെറ്റ്വർക്ക് നിങ്ങളോടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ എത്ര സിം ഉപയോഗിക്കുന്നുണ്ടോ അത് കാണാൻ കഴിയും. അതിൽ ഏത് സിമ്മാണെന്നുള്ളത് നോക്കിയിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കഴിയുമ്പോൾ സിമ്മിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെ വരും. അതിൽ നേരെ താഴെയാണ് ഇവിടെ നിങ്ങളുടെ സെറ്റിംഗ് നോക്കണം. ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ന്യൂ APN എന്ന് കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെയിംസ് എന്ന് കാണുന്നിടത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ BSNL ഇന്ത്യ എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴെ APN എന്നുണ്ട്, അതിൽ ഇൻ്റർനെറ്റ് ഫാസ്റ്റ് എന്ന് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആണ് എല്ലാം, ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പോർട്ട് എന്ന് കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. 8080 എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെർവർ എന്ന് കാണാൻ പറ്റും. അതിൽ ഞാൻ കൊടുത്തേക്കുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യണേ, www.google.com എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക. താഴോട്ട് വരുമ്പോൾ ഒതൻറ്റിക്കേഷൻ ടൈപ്പ് എന്നുണ്ട്, അതിൽ PAP എന്നുള്ളത് സെലക്ട് ചെയ്യുക. APN ടൈപ്പ് എന്നുണ്ടാവും അതിൻ്റെ നേരെ താഴെ, അതെടുത്ത് ഡിഫോൾട്ട് എന്നുള്ളത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. APN പ്രോട്ടോക്കോൾ എന്നുണ്ട് അതിൻ്റെ നേരെ താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ IPv4/IPv6 എന്നുള്ളത് കൊടുക്കുക. ബെറർ എന്നുള്ളത് ലൈറ്റ് LTE എന്നുള്ളത് കൊടുക്കുക. അത് ഇവിടെ ഡൺ എന്നാണ്, അല്ലെങ്കിൽ സേവ് എന്നാണെങ്കിൽ സേവ് കൊടുക്കണം. അപ്പം നമ്മൾ ഡൺ കൊടുക്കുന്നു ഇവിടെ. അതിനുശേഷം ബാക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്തത് BSNL ഇന്ത്യ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പോയതിന് ശേഷം ഹോമിലെത്തിയതിന് ശേഷം നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്, എന്നാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.